രേണുസുതി വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കിച്ചുവിനെ വലിച്ചു കീറി ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതായത് നിന്റെ ലൈഫ് ഉണ്ടല്ലോ, അത് കുട്ടിച്ചോർ എന്നെ കൊണ്ട് ആക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. നീ എന്താണെന്ന് ഏതാണെന്ന് ഞാൻ പറഞ്ഞ അത് നിനക്ക് ബുദ്ധിമുട്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ പറയുന്നു, കേൾക്കാം അല്ലേ? ഞാൻ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ല, നമുക്ക് ഒരുമിച്ച് കണ്ട് ഒരുമിച്ച് പ്രതികരിക്കാം. നിങ്ങൾ ചാറ്റ് കാണേ? കിച്ചൂസാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാനും അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. ആണോ ആണോ അവൻ പറഞ്ഞ ചെയ്യാതിരിക്കില്ല. കാരണം 500 സബ്സ്ക്രൈബർ ആയി എന്ന് പറഞ്ഞപ്പോ അവൻ ഗുഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിട്ട വീഡിയോസ് എന്താ? നിങ്ങൾ കുറച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഇട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് സബ്സ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ ഇടുന്നുണ്ട് റീൽസിൽ. അവനത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടട്ട എന്ന് പറയേണ്ട ഒരു അവസ്ഥയില്ല. കാരണം അതിനേക്കാൾ വലിയ കോമാളിത്തരം നിങ്ങൾ അവിടെ റീൽസിൽ ഇട്ടുകൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഏത് സമയത്താണ്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ അതും ഇതും കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പണ്ടത്തെ ഒരു ചാറ്റും പൊക്കി പിടിച്ച് വന്നിട്ട് കിച്ചു മോനെ നീ പറഞ്ഞിട്ടല്ലടാ ഞാനിത് ചെയ്തെന്ന് പറഞ്ഞാ ഞങ്ങൾ അത് വെള്ളം കൂട്ടി അങ്ങ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? വിശ്വസിക്കില്ല. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 150. നിങ്ങൾ കണ്ടോ? നല്ല ഉസിരും പൊളിയുള്ള മമ്മിജി കൊള്ളാം. തുടക്കത്തിൽ 500 സബ് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലാണത് പറഞ്ഞിട്ടുള്ളത്. തുടക്കത്തിലാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് കാണിച്ചു കൂട്ടി? അല്ല, ഇപ്പൊ 2 മാസത്തിനിടയിലാണ് നിങ്ങൾ കുറെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഗൾഫിൽ പോകുന്നതും വരുന്നതും അല്ല, അതല്ലാതെ തന്നെ ഫ്ലൈറ്റ് മിസ്സായി എന്നെ കൊണ്ട് കാണിപ്പിക്കരുത്. ഞാൻ കാണിക്കുന്നില്ല, അത് കാണിച്ച് കുറച്ച് കൂടി പോവേ. കുറെ ആളുകൾ വന്നിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. കുറെ അമ്മച്ചിമാർക്ക് അതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ രേണുവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് വന്നിക്കുക. ഇപ്പൊ രേണുവിന്റെ എനർജി കണ്ടില്ലേ നിങ്ങൾ? അതാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. ചിലതൊക്കെ ഡ്രാമയായിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ളത് ചിലപ്പോ എന്റെ തോന്നൽ മാത്രമായിരിക്കാം. പക്ഷെ ഈ വീഡിയോ കാണുമ്പോ എന്നതാ ഒരു എനർജി അല്ലേ, കൊള്ളാം. ബാക്കി എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ കിച്ചു ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ? അല്ലെങ്കിൽ കിച്ചു തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. എഴുതാപ്പുറം വായിക്കാൻ വേണ്ടി രേണു പെട്ടുകൊടുത്ത് കണ്ടില്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ഒക്കെ അവരുടെ വീഡിയോയിലെ ഹൈലൈറ്റുകളാട്ടോ, ഹൈലൈറ്റുകൾ മാത്രം. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. അതൊരു ലോക്കാണ് കേട്ടോ. ഈ ഗോദ്രേജിന്റെ ഒക്കെ ലോക്ക് പോലത്തെ 1.5 ലോക്ക് അവിടെ ഇട്ടതാ. ഞാൻ സബ് ചെയ്ത് ഉണ്ടാക്കിയ പൈസ പോലും നീ വാങ്ങി തിന്നു എന്ന് പറയുമ്പോ കൊള്ളാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. കൊല്ലസുതി മരിച്ച സമയത്ത് ഒരുപാട് ആളുകൾ സഹായിച്ചിരുന്നു. ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര ഇവർക്ക് സഹായിച്ചിരുന്നത് അത് രേണുവിന് മാത്രമുള്ളതല്ല, അത് കിച്ചുവിനും കൂടി അവകാശപ്പെട്ട ഒരു തുക തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലക്ഷ്മി നക്ഷത്രയുടെ തന്നെ 2 ദിവസം മുമ്പ് വന്ന ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രേണുവുമായി ബന്ധപ്പെട്ട് കാര്യം സംസാരിക്കുമ്പോൾ സുധിച്ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് സുധിച്ചേട്ടനോടുള്ള സ്നേഹമാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോ മരണപ്പെട്ടു പോയ സമയത്ത് ഒരുപാട് സാമ്പത്തികം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇൻഷുറൻസ് തുകയും കൂടി കിട്ടാനുണ്ട്. എന്നെ വിട്. കൊള്ളാം. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ.
കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ കാലം തെളിയിച്ചോളും. നിയമവിരുദ്ധമായിട്ടാണോ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് തന്നെ ചില ആളുകൾ രംഗത്ത് പോയി നമ്മൾ കണ്ടതാണെന്നുള്ളതാണ്. നിങ്ങളിപ്പോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അതായത് എന്തെങ്കിലുമൊക്കെ കൊണ്ട് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കരുത്. പക്ഷെ അതല്ല ചെയ്തത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവനെ അന്വേഷിച്ചു നോക്കൂ, അവന്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ജനങ്ങൾക്ക് അറിയാം. അവനൊരു കാറിനകത്ത് വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. കൊല്ലം വീട്ടിൽ നീ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ വെച്ച് അനുഭവിച്ച കാര്യങ്ങളും അവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പയ്യനെ കൊത്തിക്കീറാൻ വീണ്ടും അങ്ങ് വാരി വലിച്ചിട്ട് കൊടുത്തോ. അവന്റെ പഴയ കാലഘട്ടത്തിൽ, അവന്റെ ഭൂതകാലത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അവൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷ തേടി, മുക്തി തേടിയിട്ടാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അസുഖം വെച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ എനർജി എവിടുന്ന് കയറി വന്ന ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. കാരണം ഇന്നലെ ഇട്ട വീഡിയോയിൽ ഈ എനർജി അല്ല, അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ഈ എനർജി അല്ല. അതുകൊണ്ടാണ് ഒരുപാട് ആളുകളുടെ സംശയങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടും. ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറെ ചാറ്റൊക്കെ പുറത്ത് വിട്ടതല്ലേ, അന്നേ ഞങ്ങൾ കണ്ടതാണെന്നുള്ളതാണ്. പിന്നെ ഋതപ്പനെ ഇടയ്ക്ക് അവിടെ വന്നിട്ട് കിച്ചു കൊണ്ടുപോകുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അതൊക്കെ നമ്മുടെ കണ്ണിന്റെ കുഴപ്പമാണ്. ചിലപ്പോൾ AI ആവും. കിച്ചു ഒരു മിഠായി പോലും വാങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളത് AI ആയിരിക്കും. എന്റെ പൊന്നു ഗ്രേണോ, നിങ്ങൾ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോണ സമയത്തുള്ള ഓരോരോ വീഡിയോസിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും അടിയിൽ വരുന്ന കമന്റുകളുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീടിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ എന്താണെന്നറിയോ? ആ പയ്യൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക കേട്ടോ എന്നുള്ളത്. ഞാൻ പറയണതല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? പക്ഷെ കമന്റ് ബോക്സിൽ അത്രത്തോളം കിടക്കുന്നുണ്ടായിരുന്നത് ആ പയ്യനെയും കൂടി നിങ്ങളൊന്ന് ഓർക്കണേ എന്നുള്ളതാണ്. കിച്ചു അവിടെ പോയിട്ട് ഒരുപാട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, 3-4 വീട്ടിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ വന്ന് കണ്ടു എന്ന് തന്നെ അവൻ പറയുന്നുണ്ട് അവന്റെ വീഡിയോയിലൂടെ. അപ്പൊ വന്ന് കണ്ടിട്ടുണ്ട്, ഫോട്ടോസ് ഞങ്ങൾ കണ്ടതാണ്. അവൻ മിഠായി വാങ്ങിക്കൊടുത്തില്ല, വല്ലാത്തൊരവസ്ഥയാണ്. അബദ്ധഘട്ടങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. കേട്ടില്ലേ? അത്രത്തോളം കേസിൽ പയ്യൻ പെട്ട് കിടക്കുന്നെന്നാണ് പറയുന്നത്. ഇപ്പൊ കിച്ചു കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള ആ മെസ്സേജ് എന്താണെന്ന് ഞാനൊന്ന് വായിച്ചുതരാം. ഹലോ, ഞാൻ ഒരു കാര്യം പറയാനാണ് മെസ്സേജ് ഇട്ടത്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരു ആള് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടേ? എത്ര ഷോസും പ്രൊമോഷനും ഒക്കെ കിട്ടാനുണ്ട് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ജീവിച്ചൂടെ? ഫെയിം ആയിട്ട് നിൽക്കുവല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തൂ. അല്ലാതെ എങ്ങനെയൊക്കെ ജീവിക്കാം? ഫെയിം ഉള്ളതല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കി. അത്രയ്ക്കും വിഷമം വന്നിട്ടാ പറയണേ. ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്. ഋതപ്പനും ഇതൊക്കെ എഫക്ട് ചെയ്യില്ലേ? അവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന അല്ലേ? അവന്റെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ എടുക്കും അറിയാലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. അതിന് രേണുവിന്റെ മറുപടി എന്താ വെച്ചാ, അതിൽ ഞാൻ ലൈവാണ് പോയത്, എന്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. കടിക്കൂന്നോ എന്തൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതില്, അത് വൃത്തികേടല്ലേ? അപ്പൊ ആ ഒരു സമയത്തിന് ശേഷമാണ് കിച്ചു ഉള്ള മൈൻഡൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. അവൻ വലിയൊരു പയ്യനാ, അവന്റെ കൂടെ നടക്കുന്ന പയ്യന്മാര് തന്നെ എന്തുവാടെ കാണിച്ചു കൂട്ടി നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം. നാണക്കേട് കാരണം പറഞ്ഞതാണ്. ആ പയ്യൻ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറ്റം പറയാനില്ല. പിന്നെ ആളുകൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളിപ്പോ കടിച്ചു കയറാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നില്ലേ? വെൽഡൻ. ഇനി ഞാൻ പറഞ്ഞില്ലേ രേണുവിന്റെ ആ ഒരു എനർജി എന്താണെന്നുള്ളത്. ഈ വീഡിയോന്റെ യഥാർത്ഥ തുടക്കം നിങ്ങളൊന്ന് കണ്ടു. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്.
രേഷ്മ തങ്കച്ചെന്നല്ലേ പേര്? രേണുസുതി എന്നല്ലല്ലോ നിങ്ങളുടെ പേര്. അതുപോലെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ, കിച്ചു എന്ന പേരെന്ന് മാറ്റി പറയാൻ വേണ്ടിയിട്ട്. കൊള്ളാം കൊള്ളാം. അപ്പൊ രേഷ്മ തങ്കച്ചൻ പറ. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു, വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അതെ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ആളുകൾ മറന്ന് നമ്മളെ പരിശുദ്ധരാക്കും. ബാക്കി അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തെന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഇപ്പൊ കിച്ചു രംഗത്ത് വന്നതെന്നുള്ളതല്ലേ, ഞാന് ഇവരുടെ രേണുസുതിയുടെ പ്രൊഫൈലിൽ ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഈ പയ്യൻ ഇപ്പൊ ഇത് പറഞ്ഞെന്നുള്ളത്. മുകളിൽ നിന്ന് 10ാമത്തെ വീഡിയോ, ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ രേണു ടാഗ് ചെയ്യപ്പെട്ടതും അവർ ഷെയർ ചെയ്യപ്പെട്ടതുമാണ്. എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമുള്ള കാര്യമാണ് നമ്മളെ സങ്കടം. കണ്ടോ, രേണുസുതി തന്നെയാണ് ഈ വഴിയൊരുക്കി കൊടുത്തിട്ടുള്ളത്. രേണു വന്നിട്ട് പതുക്കെ നൈസായിട്ട് ആ ഒരു വീഡിയോ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തു. കിച്ചു അത് കണ്ടു, രേണു ഷെയർ ചെയ്തുകൊണ്ട് കണ്ടതാ. നീ നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടല്ല പോവേണ്ടത് കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. രേണുവിനെ കാണാൻ വന്നപ്പോ അവിടെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ചെക്കൻ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി രേണു പറ. തെളിവുണ്ട് എന്റെ കയ്യില്, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം കിട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡ് എന്നല്ലാതെ പിന്നെ എന്താ പറയാ. നിങ്ങൾ തുടക്കത്തിലാണ് തുടങ്ങി, ചെക്കനോട് പറയാണ് മോനെ ഇങ്ങനെ തുടങ്ങിയിട്ടാ ഗുഡ്. നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ സബ്സ്ക്രിപ്ഷൻ വഴി ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് കഥകൾ പറയാം, പാട്ട് പാടാന്നുള്ളത്. എന്നിട്ട് കഥകളും പാട്ടും മാത്രമാണോ പാടിയത്? അല്ല, ചില ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. പിന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയടോ, അതൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങളാണ്. ഒരാൾ സബ് തുടങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേനും അതൊരു ആകാശത്ത് നിന്ന് ഒരു പൊട്ടി വീണ പ്രശ്നമൊന്നുമല്ല. ഇഷ്ടംപോലെ ആൾക്കാർ സബ് തുടങ്ങിയിട്ടുണ്ട്. ആ സബ് തുടങ്ങിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ സബ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ ആ പയ്യൻ സബ് തുടങ്ങി, കുഴപ്പമില്ല, നല്ലൊരു കാര്യമാണ്. അങ്ങനെ സബ് ചെയ്തിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, വൃത്തികേട് കാണിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, നല്ലതാണെന്ന് ആ പയ്യന് തോന്നിക്കാണും. അയ്യയ്യോ രേണു, നിങ്ങൾ അതിനെയും കൂടി വളച്ച് വലിച്ച് തേച്ചൊട്ടിച്ചല്ലോ. കൊള്ളാം, ഇത്രയോ വകതിരിവുള്ളൂ അല്ലേ. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. ദയവ് ചെയ്ത് ഇനി ആ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നീ സമ്മതിച്ചുകൊണ്ടാണിത് തുടങ്ങിയത് എന്നുള്ളത് അതൊരു വലിയ വിഡ്ഢിത്തരമാണ് എന്നുള്ളതാണ്. ഇനി എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ബാക്കി പറ. നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ അതിൽ തന്നെ പൊളിഞ്ഞടങ്ങിയില്ലേ രേണു. തുടക്കത്തിൽ 500 സബ് ആയപ്പോ അവൻ സമ്മതിച്ചു. പക്ഷെ പിന്നീട് ഇതിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോ അവൻ തിരുത്തി. അപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്കിതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത്. അവന്റെ ഭാഗം ക്ലിസ്റ്റർ ക്ലിയറാ, നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്.
വെരി ഗുഡ്. അത് പറഞ്ഞത് കൊണ്ട് സന്തോഷം. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിന് ആ പയ്യനെ. കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയെ, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ നിനക്ക് ഇനിയെങ്കിലും. ഈ ചെക്കനെ ദ്രോഹിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ അത് പറയണം കേട്ടോ. പിന്നെ ഷെഫീന ബീവി, നിങ്ങൾക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് യൂട്യൂബർമാര് കുറെ വീഡിയോസ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ പറഞ്ഞില്ല. എന്നാൽ ഇപ്പൊ ഈ 2 ദിവസം മുമ്പാണ് 2 വീഡിയോ എങ്കിലും അവർ ചെയ്യുന്നത്. കിച്ചുവിനെ നിയന്ത്രിക്കുന്നത് ഷെഫീന ബീവി ആണെന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നു ചേച്ചി, ആ ചെക്കന് 10-21 വയസ്സായി. അവൻ ആരും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. അവൻ അവന്റെ വഴിക്ക് തന്നെയാവും പോകുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ വീണ്ടും ഇതിൽ ഭീഷണിയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും അവനെ വലിച്ചു കീറിട്ട് കൊടുക്കാണ്. പിന്നെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറയുമ്പോ ലോകത്തിലെ ആദ്യത്തെ വിധവയല്ല നിങ്ങൾ, ലോകത്തിലെ ആദ്യത്തെ ക്യാൻസർ പേഷ്യന്റും അല്ല നിങ്ങൾ. ഇത് ഞാൻ പറയുന്ന വാക്കുകൾ മാത്രമല്ല, ഇവിടെ കമന്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും പറയുന്ന വാക്കുകൾ കൂടിയാണ് ഇത് എന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സുവിശേഷം എല്ലാം പാടാൻ പോവുകയാണ്, ദൈവ വഴിയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീണ്ടും ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത്? അത്ഭുതം, മഹാത്ഭുതം. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്നില്ല ലഭിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് 2 പേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്നാ ഒരു മോഡുലേഷൻ അല്ലേ സംസാര രീതിയിലൊക്കെ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ അഭിനയത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഇച്ചുവിന് കൊല്ലത്ത് നിന്നും കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ രേണുവിനാണ് അറിയുക. രേണു ഇതൊന്നും പുറത്തു വിടില്ല. അതായത് ഒരു താക്കീതാണ്, ഇനി നീ മിണ്ടരുത്, മിണ്ടിയാൽ ഞാൻ ഇതൊക്കെ പുറത്തേക്ക് ഇടും എന്നുള്ളത്. അടുത്തത് എന്താ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഇതേ വാക്കല്ലേ ഇവർ ആദ്യമായിട്ട് ഈ കാര്യം പറയുന്ന വീഡിയോയിലുള്ളത്? ഒരു ക്യാൻസർ പേഷ്യന്റിനെ ഇത്ര മണിക്കൂർ. അത് നല്ലൊരു അടിപൊളി ഒരു എന്താ പറയുക ക്യാപ്സ്യൂളാണത്. ഒരുപാട് ആളുകൾ അത് കൂടുതൽ നെഞ്ചിലേറ്റും. അത് നല്ലൊരു ക്യാപ്സ്യൂളാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്? എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയത്? ഞങ്ങളുടെ പ്രാർത്ഥന പോലും ഇല്ലാണ്ടായി പോയല്ലോടാ. കൊള്ളാം. ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം, എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, ടിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അവന്റെ പേര് എവിടെയും വലിച്ചിട്ടിട്ടില്ല, അവനെ കൊത്തിക്കറട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ക്യാൻസർ വന്നു കിടക്കുന്ന ഒരു വീഡിയോയിൽ അവൻ കാണാൻ വന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. അതിനേക്കാൾ മുന്നൊക്കെ ഇവൻ കഞ്ചാവ് അടിച്ച് വീടിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ രേണുവിനൊക്കെ അവനെ പേടിയായിരുന്നു എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോ നിങ്ങൾ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ കൊണ്ടുപോയിട്ടു അല്ലെ? അതൊന്നും കൂടാതെ ഇപ്പൊ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് രേണുവിനെ കാണാൻ കിച്ചു പോയില്ലയോ എന്നുള്ളത്. ആ സമയത്ത് ഏതോ ഒരു വ്യക്തി കിച്ചുവിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കൊണ്ടുപോയിട്ടു. നിങ്ങളുടെ പ്രൊഫൈലിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. കിച്ചുവിനെ ഒരാൾ വലിച്ചു കീറിയപ്പോ നിങ്ങളത് കൊടുന്ന് ഇട്ടില്ലേ? പിന്നെ ആ പയ്യൻ നോക്കിയിരിക്കോ? ചെക്കൻ പറയാനുള്ളത് പറയും, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് ഇടുന്നത് കൊണ്ട് നമ്മളെ പോലെ ചില ആളുകൾ അത് റിയാക്ട് ചെയ്യും. അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങളാണ്. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകളും. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്തു വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്തു വിടത്തില്ല മോനെ, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ. എന്റെ പൊന്നു മക്കളെ, ഞങ്ങൾക്ക് മനസ്സിലായി രേണു നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ളത്. അത് ഇടക്കിടക്ക് പറഞ്ഞിട്ട്
സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന രീതിയിലേക്ക് ആക്കിപ്പിക്കരുത്, അത്ര പറയുന്നുള്ളൂ. നിങ്ങൾ കീമോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ICയിൽ കിടന്ന കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. അതിന്റെ അപ്പുറത്ത് അത് ഇടക്കിടക്ക് പറയരുത്. പിന്നെ നിങ്ങൾ തന്നെയാണ് കൊത്തിക്കീറ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഊരി പോരാൻ കഴിയോ? ഇല്ല. ആ പയ്യന് ഞാൻ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ ഇടക്കിടക്ക് ചോദിക്കുമ്പോൾ ഇട്ട് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിരുന്നല്ലോ. അപ്പൊ അതൊന്നും നിങ്ങളല്ലേ ചെയ്തത്? നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവിടെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഇനി അത് ഇടക്കിടക്ക് പറയണമെന്നില്ല. ഒരു വീഡിയോയിൽ 100 വട്ടം പറഞ്ഞാലാണ് ക്യാപ്സൂൾ എന്ന രീതിയിൽ ചില ആളുകളുടെ മനസ്സിലേക്ക് അത് കയറി കിടക്കുള്ളൂ. നല്ലൊരു ഇതാണ്. നിങ്ങൾ തന്നെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിനാണ് ക്യാൻസർ, എന്നേക്കാൾ വലിയ ക്യാൻസർ, നിങ്ങളുടെ എന്താണ് വരും തലമുറക്ക് കൂടി അത് വരട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ? ആർക്കാണ് എന്താണ് വരേണ്ട സമയത്ത് വരിക എന്ന് ഞങ്ങൾക്ക് അതിലൂടെ ഒക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ വരെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോന്. മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ, ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. അച്ഛനും മോനും തമ്മിലുള്ള വോയിസ് എന്താണ്? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നണം ഓരോന്ന്. അങ്ങനെ എന്തോ ഉണ്ട് ട്ടോ, ഇങ്ങനെ എന്തോ ഉണ്ട് ട്ടോ, അതിനെന്നല്ലേ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊല്ലം സുധിയുടെ വീട്ടുകാര് മോനെ ഇപ്പൊ നീ അച്ഛന്റെയും അമ്മയുടെ കൂടെ നിന്നടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. വെറുതെ ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല. കാരണം എന്താ അറിയോ, രേണു അവിടെ തല്ലുണ്ടാക്കിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് പോയത് എന്നാണ് കിച്ചുവിന്റെ ലൈഫിൽ എന്താ ഉണ്ടായത് എന്ന് അവൻ പറയുന്ന വീഡിയോയിൽ പറയുന്നത്. രേണു സുധി ആ വീട്ടിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ് കോട്ടയത്തേക്ക് പോയെന്നുള്ളത്. പിന്നെ തിരിച്ചങ്ങോട്ടാ പയ്യൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ അവർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നീ ഇപ്പോഴല്ലേ വലുതായത് എന്ന് ചോദിക്കുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും എന്നും അങ്ങനെ തന്നെ ഇരിക്കുവോ? വലുതാവും. ഭക്ഷണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വലുതാവേണ്ട രീതിയിൽ അത് വലുതായിക്കൊള്ളും, അത്രേ ഉള്ളൂ. ഘട്ടങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു. ഈ അമ്മയും നിന്റെ നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവരാരും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിരിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. ഇതെന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ മുഴുവൻ ഭീഷണിയാണെന്നുള്ളത്. നീ അത് പറഞ്ഞ ഞാൻ ഇതിടും. മുന്നേ തന്നെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കിച്ചു കുറെ കാര്യങ്ങൾ പറയാൻ മടിക്കുന്നത് അവനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ടാവും എന്നുള്ളതാ. കറക്റ്റ് കിട്ടിയില്ലേ? ഭീഷണികൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത്രയുള്ള ഭീഷണികള്. പിന്നെ ഒരാള് പണ്ട് മോശക്കാരനാണെന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ മോശത്തിന് എന്തെങ്കിലും ചെയ്തെന്ന് കരുതിക്കൊണ്ട് എല്ലാ കാലവും അവൻ അങ്ങനെ തന്നെ ആവണം എന്നുള്ള തിട്ടൂരം വരാൻ പാടില്ല, അല്ലേ? അവൻ നന്നായി വന്നാൽ അത് നല്ലത് എന്നാ പറയാ. പക്ഷെ ഇവരങ്ങനെയല്ല പറയുന്നത്. പണ്ട് ഇവൻ എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ചെറുതായിട്ട് ലഹരിയൊക്കെ ഉപയോഗിച്ച് അതിന് അഡിഷൻ വന്നു തുടങ്ങി, പക്ഷെ ഞാനിന്ന് റിക്കവറായി. അതായത് കള്ളത്തരം ഒന്നും പറയാതെ പച്ചക്കെല്ലാം വിളിച്ചു പറഞ്ഞു. ചില ആളുകൾ കള്ളത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൊള്ളാം. നിന്നെ പറ്റി ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. അപ്പൊ ചേച്ചി അച്ഛനൊക്കെ അല്ല എനിക്ക് വീഡിയോ കാണിച്ചു തന്നത്. അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അവരോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നോ? അതൊന്നും കൂടാതെ നിങ്ങൾ സൈഡിൽ 2 സ്റ്റോറി കാണുന്നുണ്ടോ? ഈ സ്റ്റോറി രേണുസുധി ഇട്ടതാണ്. കമന്റ് ബോക്സിലൊക്കെ കയറിയിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യരുത് രേണു. നിങ്ങൾ റെസ്റ്റ് എടുക്ക്. ആ സമയത്ത് ഇതൊക്കെ പോയി കണ്ടിട്ട് നിങ്ങൾ എന്തിനാ പുറത്ത് അസുഖം വലുതാക്കി വെക്കുന്നത്? ചേച്ചിയോടൊക്കെ ഒന്ന് പറയും ഇതൊന്നും ഇങ്ങനെ കാണിച്ചു തരലേ എന്നുള്ളത്. പിന്നെ നിങ്ങൾ കമന്റ് ബോക്സ് ഒന്നും കയറല്ലേ കേട്ടോ, കമന്റ് ഒന്നും വായിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാന്നുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. പറയൂ. കുറ്റപ്പെടുത്തുന്നതിന്റെ അളവ് ആൾക്കാർ കുറയ്ക്കും. അതിനാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയൂ. നിങ്ങളിപ്പോ നിങ്ങളുടെ ചാനൽ വഴി പറയാൻ പോകുന്നത് ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാൻ ഇതിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്, എന്റെ ചികിത്സയെ കുറിച്ചാണ് പറയാനുള്ളതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയൂ എത്ര സ്റ്റേജാണ്, എത്രാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നൊക്കെ. ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യം കീമോ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. 3rd സ്റ്റേജിലേക്ക് 4th സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ അവരുടെ ആരോഗ്യം കണക്കിലെടുത്തിട്ടാണ്. അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പോലും കഴിയില്ല, ലെൻസിലേക്കൊക്കെ പടർന്ന് മിണ്ടാൻ പോലും കഴിയില്ല, ശ്വാസം പോലും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്റെ വല്യമ്മ മരിച്ച സമയത്ത് ലാസ്റ്റ് ആ 4ാം സ്റ്റേജ് 5ാം സ്റ്റേജ് ആ ടൈമൊക്കെ എത്തിയിട്ടാണ് അറിയുന്നത് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെയാണ് മരണപ്പെട്ടു പോയത്. പക്ഷെ ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ ചില ആളുകൾ പാട്ടൊക്കെ പാടുന്നടാ, ഭയങ്കര ബഹളം വെക്കുന്നടാ. അതൊക്കെ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. 1-2 കീമൊക്കെ കഴിഞ്ഞാൽ പിന്നെ തീരും പറ്റൂല. പക്ഷെ എന്താണോ ചില ആളുകൾക്ക് ഭയങ്കര എനർജി. ദൈവം തമ്പുരാൻ ഓരോ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെ കിട്ടുന്ന ആവും ചില ആളുകളുടെ.
ഞാൻ ഇത്രയും പറയത്തില്ല, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ കിച്ചു എന്നെ കൂടെ ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. എന്നെ നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണ്ട. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്, എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഈ സ്നേഹം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഉള്ളിനുള്ളിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അവൻ അത്രയും മാത്രം ട്രോമയിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് ഞങ്ങൾ അത് മുന്നേ തന്നെ മനസ്സിലാക്കിയതാണ്. പക്ഷെ ഈ സമയത്ത് കുറെ യൂട്യൂബർമാര് ആകെ കുടുങ്ങി കിടക്കുകയാണ്. ഇനിയും ക്രൂശിച്ചാൽ പ്രശ്നമാവുന്നുള്ള ഭയത്തിന്റെ പുറത്ത് ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ ഈ പയ്യനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. ഞാൻ മുന്നേയും ഈ വിഷയമൊക്കെ അവസാനിപ്പിച്ച, പക്ഷെ കിച്ചുവിനെ ഇങ്ങനെ വലിച്ചിടുമ്പോ ആ പയ്യൻ വളർന്നു വലുതാവുന്നുള്ളൂ. അവനെങ്ങനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കുറെ ആളുകൾ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രോ അത് ഇനി ചെയ്യണ്ട, ഒഴിവാക്കടാന്ന്. ഞാൻ ഒഴിവാക്കി വിടുമ്പോ വീണ്ടും കിച്ചുവിനെ വലിച്ചു കീറി ഇട്ട് കൊടുക്കുന്നടാ. ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടില്ല, ഭീഷണിയാണ്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, എന്റെ കയ്യിൽ പല കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ പയ്യന്റെ നാക്ക് അങ്ങ് മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവൻ ഏത് സാഹചര്യത്തിൽ സംസാരിച്ചത് കണ്ടില്ലേ? രേണു തന്നെ ഷെയർ ചെയ്തൊരു വീഡിയോ കണ്ടിട്ടാണ്. രേണുവിന്റെ പ്രൊഫൈലിലൂടെ അത് മില്യൺ കണക്കിന് ആളുകൾ കാണുകയാണ്. സ്വാഭാവികമായിട്ടും അവൻ അത് പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്താണ് നിങ്ങൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ ഓക്കെ എന്ന് പറഞ്ഞു എന്നുള്ളത്. പക്ഷെ അതിനുശേഷം അല്ലേ കോപ്പറേറ്റരങ്ങൾ കുറച്ച് കാണിച്ചു കൂട്ടിയത്. ആ സമയത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ മറുപടി കൊടുത്ത എന്താ, എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അത്രേ ഉള്ളൂ. ചില ആളുകൾ അങ്ങനെയാണ്, പണത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് സ്നേഹബന്ധങ്ങളൊക്കെ ചവിട്ടി താഴ്ത്താനുള്ള ശ്രമങ്ങളും നടത്തും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നും പറഞ്ഞതുപോലെ സ്വന്തം നിഴല് പോലും കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർമാർ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ എത്തിച്ചത് നിങ്ങൾ പറയുന്നു. എനിക്കത് വിശ്വാസം പോരാ. നിങ്ങൾ സ്റ്റോറി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും റീസെന്റ് നടന്ന കാര്യങ്ങളൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മറുപടി തരാൻ തോന്നിയിട്ടുണ്ടാവും, അത്ര തന്നെ. ഇനിയും രേണുസുതിക്ക് ക്യാൻസർ ആണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾ ആരും ചോദിക്കരുത്. ഒരു 500 തവണ അതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ ആണെന്നുള്ളത്. ക്യാൻസർ തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ശക്തമാക്കുക, അത് അർഹതപ്പെട്ടവർക്ക് മാത്രമാക്കുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.